إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. ومن الناس من يجري نفسه ابتغاء مرضات الله. ആദരണീയരായ സത്യ വിശ്വാസികളെ, ബഹുമാനീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് ആവശ്യമായ എല്ലാം നൽകി നമ്മെ പോറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും കഴിവിൻപടി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിലനിർത്തിക്കൊണ്ട് പരിപാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമേ എന്ന് ഈ ഖുതുബയുടെ ആമുഖത്തിൽ പരസ്പരം ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അറബി മാസപ്രകാരം ഒരു പുതിയ മുഹറ വർഷത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നാം പ്രവേശിക്കാൻ പോകുന്നത്. ഓരോ പുതിയ ദിവസവും വർഷവും പിറവിയെടുക്കുമ്പോഴും ലോകത്തുടനീളം ഭീതിതമായ അവസ്ഥയാണ് സംജാതമായി കൊണ്ടിരിക്കുന്നത്. സകല അരാജകത്വങ്ങളും സകലമാന അസാംസ്കാരികമായ പ്രവണതകളും പിറവിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സകല സംസ്കാരങ്ങളെയും നശിപ്പിക്കുന്ന കാലഘട്ടമായി തന്നെ എവിടെ നോക്കിയാലും യുദ്ധത്തിന്റെ ഭീതികളും തീവ്രവാദ ഭീകരവാദങ്ങളും ഒക്കെ തലപൊക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ ഒരു പ്രയാസം നിറഞ്ഞ കാലഘട്ടത്തിലൂടെ നാം എല്ലാവരും ജീവിക്കുമ്പോൾ, ഏതൊരു പുതിയ വർഷവും നമ്മുടെ മുമ്പിൽ പിറവിയെടുക്കുമ്പോൾ നാം ആ വർഷത്തെ പ്രാർത്ഥനയോടുകൂടി സ്വീകരിക്കണമെന്നതാണ് വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും നിലപാട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ പുതുവർഷത്തിലും പ്രാർത്ഥനയോടുകൂടിയാണ് ജീവിതം ആരംഭിക്കാറുള്ളത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും.
اللهم أحله علينا بالأمن والإيمان والسلامة والإسلام ربي وربك الله ഹിലാൽ റുഷ്ദിൻ വഖൈർ. ഈ പ്രാർത്ഥന നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിച്ചു വെക്കണം. ഇല്ലെങ്കിൽ അദ്കാറുകളുടെ ആപ്പുകളിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ വർഷത്തിന്റെ ഒരു മുഹറം മാസം അത് പിറവിയെടുക്കുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യേണ്ടത് അല്ലാഹുവേ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ, ഞങ്ങൾ ഈ മാസത്തെ ഞങ്ങളിലേക്ക് നീ നൽകിയിട്ടുണ്ട്. ഇത് നിർഭയത്വത്തിന്റെയും ഈമാൻ തുളുമ്പുന്നതിന്റെയും മാസമാക്കി, അല്ലെങ്കിൽ ഒരു വർഷമാക്കി ഞങ്ങൾക്ക് ഇതിനെ നീ നൽകണേ. അതേപോലെ വസ്സലാമത്ത് വൽ ഇസ്ലാം, സമാധാനത്തിന്റെയും ഇസ്ലാമികമായ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ കഴിയുന്നതിന്റെയും മാസമായി ഞങ്ങൾക്ക് ഈ മാസത്തെ നീ നൽകണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം എന്ന് വിശ്വാസികളോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സമയവും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മൂല്യമുള്ളതാണ്. കാരണം നാം വലിച്ച ശ്വാസം എപ്പോഴാണ് നമുക്ക് പൂർണ്ണമായും അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാതെ പുറത്തുവിടാൻ കഴിയുക? അതേപോലെ തന്നെ നാം വിട്ട ശ്വാസം പൂർണ്ണമായി നമുക്കുള്ളിലേക്ക് വലിച്ചെടുക്കാൻ സാധിക്കുക അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ല എങ്കിൽ. ഏത് സെക്കൻഡിലും നമ്മുടെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരും എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നാം പല ആളുകളുടെയും മരണം നേർക്കുനേരെയും വാർത്തകളിലൂടെയും ഒക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ദകാതു ഖൽബിൽ മർഇ ഖായിലതുൽ ലഹു ഇന്നൽ ഹയാത ദകായികും വസവാനി. മടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം നമ്മോട് പറയുന്നത് മനുഷ്യന്റെ ജീവിതം ആകത്തുക ചില സെക്കൻഡുകളും മിനിറ്റുകളും മാത്രമാണ്. അപ്പോ അറബി വർഷപ്രകാരം ഒരു മുഹറം മാസം അല്ലെങ്കിൽ ഒരു പുതിയ വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമുള്ള കലണ്ടറുകളാണ് നമ്മുടെ വീട്ടിലുള്ളത് എന്നതുകൊണ്ട് സത്യത്തിൽ ഈ വരാൻ പോകുന്ന ഒരു പുതിയ അറബി വർഷം നമ്മൾ അറിയാതെ പോവുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാശ്ചാത്യന്റെ ആ കണക്കല്ല, ജനുവരി ഫെബ്രുവരി അല്ല യഥാർത്ഥത്തിൽ നമ്മൾ അവലംബിക്കേണ്ടത്, മറിച്ച് അറബിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള സംസ്കാരവും നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മൾ അവലംബിച്ചു പോന്ന പണ്ട് മുതലേയുള്ള കണക്കുകളും കലണ്ടറുകളും അതായതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ കലണ്ടറുകളുടെ കൃത്യമായ ഡേറ്റുകളും അതേപോലെ തന്നെ അതിന്റെ വർഷവും ഒക്കെ നമ്മുടെ കലണ്ടറുകളിൽ ഇസ്ലാമികമായ നമ്മുടെ പ്രാസ്ഥാനികമായ കലണ്ടറുകളിലൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള കലണ്ടറുകൾ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ തൂക്കിയിടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരു ഖുത്ബയിലൂടെ ഇത് ഓർമ്മപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത നമുക്കൊക്കെ അറിയാം. നമ്മൾ ആരും ആ കലണ്ടർ നോക്കാതെയാണ് വന്നിട്ടുണ്ടാകുക. എന്നാണ് ഇനി മുഹറം എന്ന് ചോദിച്ചാൽ പല ആളുകൾക്കൊന്നും പറയാൻ പറ്റൂല. അപ്പോ ഇനി പുതിയൊരു മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസിക്ക് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ പ്രാധാന്യം നാം ഖുത്ബയിലൂടെ പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധമായ റമദാൻ മാസം എന്ന ആ ഒരു മഹത്തായ മാസത്തിന്റെ പ്രാധാന്യം നമ്മൾ പറയുന്നത് പോലെ തന്നെ പ്രിയമുള്ള വിശ്വാസികളെ, യഥാർത്ഥത്തില് മുഹറം എന്ന് പറയുന്നതും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കേണ്ടതും ഓർക്കേണ്ടതുമായ ഒരു മാസം തന്നെയാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ 4 മാസങ്ങൾ പവിത്രമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖൽഖ സമാവാതി വൽ അർളി മിൻഹാ 4 ഹുറൂം.
ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ അള്ളാഹുവിന്റെ അരികിൽ മാസങ്ങളുടെ എണ്ണം 12 അതിൽ 4 മാസം പവിത്രമുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ അടുപ്പിച്ച് വരുന്ന 2 മാസങ്ങളാണ് ദുൽഹിജ്ജയും മുഹറവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ മുഹറം മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് ജൂതന്മാരിൽ നിന്നും അഹ്ലുസുന്ന വൽ ജമാഅയുടെ ശത്രുക്കളായ ഷിയാക്കളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള പലതരത്തിലുള്ള അബദ്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നമ്മൾ ആ വിഷയങ്ങളൊക്കെ പറയും. ഇന്ന് ഈ മുഹറം മാസത്തിന്റെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅ എന്തല്ല എന്ന ഒരു പഠന പരമ്പര വിഷയം നമ്മൾ ഖുതുബയിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിന്റെ 4ാമത്തെ ഖുതുബയാണ് യഥാർത്ഥത്തിൽ ഇന്ന്. പക്ഷെ സന്ദർഭോചിതമായി മുഹറം മാസത്തിന്റെ പിറവിയുള്ളത് കൊണ്ട് ഈ തൗഹീദിന്റെ പ്രാധാന്യം, അതേപോലെ തന്നെ അള്ളാഹ്ക്ക് മാത്രം ആരാധന അർപ്പിച്ചതിന്റെ പേരിൽ ത്യാഗോജ്ജലമായ ജീവിതം നയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പാലായനം ചെയ്ത അമ്പിയാക്കളുടെ മുർസലുകളുടെ സ്വഹാബത്തിന്റെ സ്വാത്വികന്മാരുടെ ചരിത്രവും ഈ ഖുതുബയിൽ നമ്മൾ ശ്രമിക്കുന്നത് കൊണ്ട് തൗഹീദുമായും റബ്ബിനോട് മാത്രമേ വിളിച്ചു തേടാവൂ എന്ന മഹത്തായ സന്ദേശവുമായും ഈ ഹിജ്റക്കും മുഹറത്തിനും അതുപോലെ തന്നെ തൗഹീദിനും ബന്ധമുള്ളു എന്നതുകൊണ്ട് ഈ ഖുതുബ ഇന്ന് ഈ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് പറയാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ അറിയാം, ലോകത്ത് ഹിജ്റ വർഷം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് അതിന്റെ കലണ്ടർ കണക്ക് പ്രകാരം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലത്താണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഹിജ്റ എന്ന് പറയുന്നത് അത് ആരംഭിക്കുന്നത് 1ാമത്തെ മുർസലായ റസൂലായ ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടം മുതലാണ്. നമുക്കറിയാം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തലമുറയിലേക്ക് ശിർക്ക് കടന്നു വന്നു. ആ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ തലമുറയോട്, അതിനടുത്ത തലമുറയോട് എല്ലാം 950 വർഷക്കാലം അള്ളാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് അനവധി പീഡനങ്ങളാൽ, പ്രയാസങ്ങളാൽ, ഒരുപാട് കുത്തുവാക്കുകളാൽ, പ്രഹരങ്ങളാൽ, അതെല്ലാം സഹിച്ചുകൊണ്ട് അദ്ദേഹം ക്ഷമയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ അലംഘനീയമായ ഖദർ അനുസരിച്ചുകൊണ്ട്, വിധി അനുസരിച്ചുകൊണ്ട് റബ്ബ് നൽകിയിട്ടുള്ള അമാനത്ത് പൂർത്തിയാക്കിയ ആ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമതായി കൊണ്ട് അവിടെ നിന്ന് ഹിജ്റ പോവുകയാണ്. കാരണം എന്താ? ആ നാട്ടിൽ 950 വർഷക്കാലത്തെ ദഅവത്തിന് ശേഷം അല്ലാഹു തആല പറഞ്ഞു, ഇനി ഈ സമുദായം നന്നാവുകയില്ല നൂഹേ, അതുകൊണ്ട് അവർക്ക് മേൽ ഇതാ ഒരു വലിയ അദാബ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് നീയും വിശ്വസിച്ചതിന്റെ അനുയായികളും അവരോടൊപ്പം ചേരാൻ താല്പര്യമുള്ള കുടുംബങ്ങളും ഇവരെന്തിയ, ഇവിടെ നിന്ന് ഒരു കപ്പൽ മാർഗം നിങ്ങൾ പുറപ്പെടുക. അങ്ങനെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം കപ്പൽ പണിതു എന്ന് ചരിത്രത്തിൽ പറയുന്നു. ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു, ആ കപ്പൽ പണിതിന് ശേഷം അവിടെ തൂഫാൻ ഉണ്ടായി, അഥവാ ജലപ്രളയമുണ്ടായി. അവരുടെ വീടുകളിലുള്ള അടുക്കളയിൽ നിന്ന്, അടുപ്പുകണ്ണിയിൽ നിന്ന് വരെ വെള്ളം പൊട്ടി. അങ്ങനെ ആ വെള്ളപ്പൊക്കം മലമുകളിലേക്ക് കയറി. രക്ഷപ്പെടാൻ കഴിയാതെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ പഴച്ച സമൂഹം അവിടെ പൂർണ്ണമായും നിലംപതിച്ചു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയും തന്നിൽ വിശ്വസിച്ച അങ്കുലി പരിമിതമായ വിരലെണ്ണാവുന്ന ആളുകളും നടത്തിയ 1ാമത്തെ ഹിജ്റയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ 1ാമത്തെ യാത്ര എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹിജ്റ പോയിട്ടുണ്ട്, അവിടുത്തെ കുടുംബം ഹിജ്റ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ ഫിർഔന്റെ കൊട്ടാരത്തിൽ നിന്ന്, ആ നാട്ടിൽ നിന്ന് അവരുടെ ശക്തമായ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് ആ വിശ്വാസികളുമായി അവിടെ നിന്ന് ചെങ്കടൽ കടന്നു പോയിട്ടുണ്ട്, അല്ലെ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയതും ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി എന്ന ആ ഒരു ക്രൂരനായ ഭരണാധികാരിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമുദ്രത്തിൽ മുക്കിയതും യഥാർത്ഥത്തിൽ ഈ മുഹറത്തിന്റെ സമയത്തായിരുന്നു, മുഹറം മാസത്തിലാണ്. അത് വ്യക്തമായി കൊണ്ട് തന്നെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കയിലുള്ള കാലഘട്ടത്തില് മദീനയിൽ എത്തിയ സമയത്ത് ജൂതന്മാര് മുഹറത്തിലെ ആശൂറ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു.
മക്കയിലെ മുശ്രിക്കുകളും ആശുറ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. എന്തിനാണ് ആശുറ നോമ്പ് എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ജൂതന്മാര് പറഞ്ഞു എന്ത്, ഇന്ന ഹാദാ യൗമുൻ അളീം, ഈ ദിവസം എന്നത് ഒരു വല്ലാത്ത പ്രത്യേകതയുള്ള ഒരു മഹത്തായ ദിവസമാണ്. നജ്ജല്ലാഹു ഫീ മൂസാ വ ഖൗമിഹി, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെയും അവരിൽ വിശ്വസിച്ച 25,000-ഓളം വരുന്ന ബനൂ ഇസ്രായേൽ സമൂഹത്തെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തി. ഇവിടെ നിന്ന് വഅഹ്ലക ഫിർഔന ഖൗമിഹി, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ ഫിർഔന്റെ ജനതയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ശേഷം ആ ക്രൂരനായ ഭരണാധികാരിയായ ഫിർഔനെയും അവന്റെ ജനതയെയും അല്ലാഹു തആല മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസം ഇതാണ്. അതുകൊണ്ടാണ് ഞങ്ങള് മുഹറം 10-ന് നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് അവർ പറഞ്ഞു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള വഹീന്റെ അടിസ്ഥാനത്തിലാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു എന്ത്, യഥാർത്ഥത്തിൽ വസാമഹു മൂസ ശുക്റുല്ലാഹി വസുംനാ, അഥവാ മൂസ അലൈഹി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് ഞങ്ങൾ അതിൽ നന്ദി കാണിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നഹനു അഹ്ഖു ബിമൂസാ മിൻകും, ജൂതന്മാരായ അഹ്ലി കിതാബുകാരെ നിങ്ങൾക്കല്ല മൂസയോട് ഏറ്റവും കൂടുതൽ ബന്ധം, പിന്നെ ആർക്കാ? ഞങ്ങൾക്കാണ്. കാരണം എന്താ? മൂസ അലൈഹി ഇസ്ലാമിന്റെ ആദർശവും അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇറക്കപ്പെട്ട തൗറാത്തും അനുസരിച്ചുകൊണ്ട് ഖുർആനിന്റെ അധ്യക്ഷതയിൽ ജീവിക്കുന്നവർ ഞങ്ങളാണ്, നിങ്ങൾ അതിനെ കളവാക്കിയ ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ അതിൽ അവകാശമെന്ന് അല്ലാഹു റസൂൽ അവരോട് പറയുകയും സ്വഹാബത്തിനോട് പറഞ്ഞു, എല്ലാ മുഹറത്തിന്റെ 10-ലും നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു ജനതയുടെ അല്ലെങ്കിൽ മറ്റൊരു മതവിഭാഗത്തിന്റെ ആചാരത്തിനോടൊപ്പം അതേ രൂപത്തിൽ ഒരു ആചാരം മുസ്ലിം സമുദായത്തിൽ കടന്നു വരുമ്പോ അതിനൊക്കെ അല്ലാഹു തആലയുടെ വഹീ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യത്യസ്തത നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫൈദാ കാന ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹ് യൗമ താസിഅ, അല്ലാഹു തആല എനിക്ക് അടുത്ത വർഷം ആയുസ് തരികയാണെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് മുഹറം 9-നും നോമ്പനുഷ്ഠിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ ഖുതുബയിൽ നമുക്ക് ഒരു ഹദീസ് ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ചിരുന്നു. എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ? ഖൗലിഹി വ ഫഇലിഹി വ തഖരീരിഹി വ ഹമ്മിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗല് ദീനിൽ തെളിവാൻ, ഫഇൽ അമൽ ദീനിൽ തെളിവാൻ, അതേപോലെ തഖരീർ മൗലാനുവാദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ തെളിവാൻ, വമാഹും ബിഹമ്മിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാവിയിൽ ചെയ്യുമെന്ന് പറഞ്ഞു പോയ കാര്യം ദീനിൽ തെളിവാൻ. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം 10 നിങ്ങൾ അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ 9ഉം 10ഉം നിങ്ങൾ അനുഷ്ഠിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ അനുഷ്ഠിക്കുന്ന പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷം മുഹറം 10 സ്വഹാബികളൊക്കെ അനുഷ്ഠിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചു. അടുത്ത വർഷം പിറ്റത്തെ വർഷം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്, പക്ഷെ സ്വഹാബത്ത് 9 നോറ്റു. എന്തുകൊണ്ട്? ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. രണ്ടാമത്തെ കാര്യം, ഒരു മതവിഭാഗത്തിന്റെ ആചാരത്തോട് യോജിച്ചു വരുന്ന ഒരാചാരം ഒരിക്കലും വിശ്വാസിക്ക് ഒരുമിച്ചുണ്ടാകാൻ പാടില്ല. മൻ തശബ്ബഅ ഖൗമിൻ ഫഹുവ മിൻഹു, ആരെങ്കിലും ഒരു ജനതയുടെ ആ ആചാരത്തോട് കിടചേർന്നാൽ അവർ അവരിൽപ്പെട്ടവരാണെന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിലുള്ള ഉറൂസുകളെയും ഉത്സവങ്ങളെയും ഒക്കെ നിരാകരിക്കാൻ കാരണം. അതുകൊണ്ടാണ് ഈ ബർത്ത്ഡേ ആഘോഷത്തെ ഇസ്ലാം ഹറാമാക്കാൻ കാരണം. അതുകൊണ്ടാണ് ജന്മദിനാഘോഷം എന്ന് പറയുന്നത് പാടില്ല എന്ന് പറയാനുള്ള കാരണം. ഇങ്ങനെ എത്രയെത്ര സംഗതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താടി സമൃദ്ധമായി നീട്ടുന്ന വിഷയം പറഞ്ഞെടുത്ത് പറഞ്ഞു, ഖാലിഫുൽ യഹൂദ വൻ നസാറ, നിങ്ങൾ യഹൂദി നസാറാക്കൾക്കെതിരാകണം. അവരുടെ പാതിരിമാര് എന്ത് ചെയ്യാറുണ്ട്? അവരുടെ പാസ്റ്റർമാരും അവരുടെ പുരോഹിതന്മാരും യഥാർത്ഥത്തിൽ താടി പഠിക്കുന്നവരാണ്. അതുപോലെ മജൂസികളെ പറ്റി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മജൂസികൾക്കെതിരാകണം. എന്താണ്? അവര് മീശ മാത്രം കട്ടിയിൽ വെക്കും, താടി മൊത്തം വടിച്ചു കളയും. അത് മജൂസികളുടെ സംസ്കാരമാണ്. അതിനെതിരാകണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനെതിരാകണം. അപ്പൊ റസൂലിന്റെ സുന്നത്ത്, അള്ളാഹിന്റെ കൽപ്പന, അത് ഹൃദയത്തിൽ വഹിക്കാൻ താല്പര്യമുള്ള ഈമാൻ നമുക്ക് എന്നാണോ പാകപ്പെടുന്നത് അന്ന് നമ്മുടെ കവിൾത്തടങ്ങൾ രോമം മുളക്കും. അല്ലാതെ നമ്മൾ 1000 ഹദീസ് കേട്ടിട്ടും കാര്യമില്ല, ആക്ഷേപിച്ചിട്ടും കാര്യമില്ല, അവരൊക്കെ നരകത്തിലാതെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ ഈമാൻ അനുസരിച്ച് ഹൃദയത്തിൽ ഉണ്ടാകേണ്ട തഖ്വയാണ്. പക്ഷെ ചില ആളുകൾ പറയാറുണ്ട്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ യൻദുറു ഇലാ സുവരിക്കും വലാ യൻദുറു ഇലാ ഖുലൂബിക്കും.
അള്ളാഹു തആല നിങ്ങളുടെ രൂപങ്ങളിലേക്കല്ല നോക്കുന്നത്, അള്ളാഹു നിങ്ങളുടെ വസ്ത്രത്തിലേക്കല്ല നോക്കുന്നത്, മറിച്ച് അള്ളാഹു ഹൃദയത്തിലേക്കാണ് നോക്കുക. അപ്പൊ ഇവിടെ തഖ്വ ഉണ്ടായാൽ മതി, പുറത്തതിന്റെ ബാഹ്യമായ അടയാളങ്ങൾ കാണണമെന്നില്ല എന്ന് ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. ഈ ഹദീസിനെ തങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് തേച്ചു മിനിക്കുന്ന ചില സ്വാർത്ഥ താല്പര്യമതികൾ ദേഹേച്ഛക്കാരത് പറയാറുണ്ട്. പക്ഷെ ഹദീസ് അവിടെ മാത്രമല്ല എന്നുള്ളതാണ് അത്ഭുതം. ഇങ്ങനെ ചില ആളുകൾ വരും എന്ന് അള്ളാഹുവിനെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ ഒരു കഷ്ണം ഇവർ വിടുകയാണ്. അഥവാ ദേഹേച്ഛക്കനുസരിച്ച് കൊണ്ട് ഇസ്ലാം ദീനിന്റെ പല ആധാറുകളെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയാത്ത ആളുകൾ, ചില ആളുകൾ ഇതിന് കാരണം പറയുന്നത് എന്താ, എന്റെ ഭാര്യക്ക് വെറുപ്പാണ്. പിന്നെ സമൂഹത്തിൽ നമ്മൾ താടിയൊക്കെ നീട്ടിക്കഴിഞ്ഞാൽ ഒരു മുസ്ലിമാണെന്ന് അറിയും. ചില ആളുകൾ അങ്ങനെ പറയപ്പെടണമെന്നല്ല, പല ഭാഗങ്ങളിലും അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. നീട്ടിയ താടിയാകുമ്പോൾ അത് ഭീകരവാദിയാന്ന് പറയും. അതേപോലെ ചില ആളുകൾ പറയുന്നത് അത് ചൊറിച്ചിലാണ്, എനിക്ക് സ്കിന്നിന് പ്രശ്നമാണ്, അത് നീട്ടിക്കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര ചൊറിച്ചിൽ, ഉറങ്ങാൻ കഴിയൂല. ഇങ്ങനെ പല തരത്തിലുള്ള ദേഹേച്ഛകളുമാണ് പറയാ. ഞാൻ ആരെയും ആക്ഷേപിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അള്ളാഹു പറഞ്ഞ ദീന് നമ്മൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരും പ്രസവിച്ച് വീഴുമ്പോ തന്നെ വലിയ ആലിമായി താടിക്ക് നീട്ടിയ സുന്നത്തനുസരിച്ച് ജീവിക്കൂല. ശരി തന്നെയാണ്. അത് ഘട്ടം ഘട്ടമായി ഓരോന്നോരോന്ന് ഇൽമ കേട്ടിട്ട് തന്നെയാണ് സ്വഹാബത്ത് പരിവർത്തനപ്പെട്ടത്. അതുപോലെ ഇൻഷാ അല്ലാഹ് ഈ ഖുത്ബ ഇന്ന് ഹൃദയത്തിൽ കൊള്ളുന്നവർ, ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ, അതിനെ പോസിറ്റീവായി സ്വീകരിക്കുന്നവർ ജീവിതത്തിന്റെ വരും ഭാവിയിൽ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുന്ന സമയത്ത് ഒരല്പം സുന്നത്തിന്റെ താടിയെങ്കിലും ഇൻഷാ അല്ലാഹ് കവിൾത്തടത്തിൽ ഉണ്ടാകാൻ നിയ്യത്താക്കണമെന്ന് പ്രത്യേകം ഒരു ഖതീബ് എന്ന നിലക്ക് ഈ മിമ്പർ വന്ന് ഞാൻ ആജ്ഞാപിക്കുകയാണ്. ഞാനല്ല, അല്ലാഹു തആലയും റസൂലും പറഞ്ഞത് ആജ്ഞാപിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഒരു മതത്തിന്റെ ആചാരത്തോട്, ഒരു വിശ്വാസത്തോട് കിടപിടിക്കുന്ന ഒന്നും ഉണ്ടായാൽ അവർ അതിൽപ്പെട്ടു എന്ന ശക്തമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഓരോന്നും വന്നത് എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ വിഷയം താടിയല്ല. അപ്പോൾ എന്തുകൊണ്ട് 9ഉം 10ഉം എന്ന് പറയാൻ കാരണം, 10 മുഹറം 10 ജൂതന്മാർ തോൽക്കുന്നുണ്ട്, അതുകൊണ്ട് അവരോടൊപ്പം യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുഹറം 9ഉം 10ഉം ഇൻഷാ അല്ലാഹ് നോൽക്കണം എന്നുള്ളതാണ് ആ വിഷയത്തിലുള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. നമുക്കറിയാം, ഫിർഔന്റെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് ബനു ഇസ്രായേൽ സമൂഹം, ആ ബനു ഇസ്രായേൽ സമൂഹം ഫിർഔന്റെ കൂടെയായിരുന്നു. അവരുണ്ടായിരുന്ന സാഹിറന്മാര്, മജീഷ്യന്മാര്, അവർ ഫിർഔന്റെ കൂടെയായിരുന്നു. അവർക്ക് പാദസേവ ചെയ്തു കൊടുക്കുകയായിരുന്നു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടാരത്തിലേക്ക് ചെന്നുകൊണ്ട് അള്ളാഹുവിനെ അങ്ങ് പരിചയപ്പെടുത്തി കൊടുത്തു. ആ റബ്ബാരാണ്, അവൻ എങ്ങനെയുള്ളവനാണ്, അവനെ മാത്രം ആരാധിക്കേണ്ടത് ആവശ്യകത എന്താണ്, ഇതെല്ലാം കൃത്യമായി അങ്ങ് ഫിർഔന്റെ മുമ്പിൽ പറഞ്ഞു കൊടുത്തപ്പോ അവനോട് ചോദിക്കുന്നു, നീ പ്രവാചകനാണ് എന്നതിന് എന്താണ് തെളിവുള്ളത്? അവിടെ നിന്നതാ തന്റെ കയ്യിലുള്ള വടിയിടുകയാണ്. ആ സമയത്ത് അത് പാമ്പായി പത്തി വിളർത്തുന്ന വലിയ സർപ്പമായി മാറി. അതാണ് മൂസാ അലൈഹി ഇസ്ലാമിന്റെ ഒരു മുഅ്ജിസത്ത്. രണ്ടാമത് തന്റെ വലത്തെ കൈ കക്ഷത്തിൽ വെച്ചുകൊണ്ട് പുറത്തെടുക്കുമ്പോൾ അത് പ്രകാശപൂരിതമായി ഇങ്ങനെ തിളങ്ങി. ഈ സമയത്ത് ഫിർഔന് പറഞ്ഞു, അവിടുത്തെ മജീഷ്യന്മാര് പറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഇതൊന്നും ഒരു പ്രവാചകത്വത്തിന് അടയാളമല്ല. എങ്കിൽ നിങ്ങൾ ആ വിഷയത്തിൽ സംവാദത്തിലുണ്ടോ? അങ്ങനെയാണ് മുഖാത്തബ അവിടെ അരങ്ങേറുന്നത്. നമുക്കറിയാം, ബനൂ ഇസ്രായേലിലെ സാഹിറന്മാരോട് ഫിർഔൻ പറഞ്ഞു, നിങ്ങൾ ഈ വിഷയത്തിൽ വിജയിപ്പിച്ച് മൂസയെ പരാജയപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കൊട്ടാരത്തിൽ ഒരിക്കലും തന്നെ നിങ്ങൾ ചിന്തിക്കാത്ത സ്വീകാര്യതയും വരുമാനങ്ങളും എല്ലാം ഉണ്ടാകും. അവരാ ഭൗതിക സുഖം ആലോചിച്ചുകൊണ്ട് അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള എല്ലാ പൊടിക്കൈകളുമായി അവർ അവിടെ വന്നു. അങ്ങനെ ഖുർആൻ സൂറത്ത് ത്വാഹയിലൂടെ പറയുന്നു, 67 ആയത്തിലൂടെ പറയുന്നു, ഖാലൂ യാ മൂസാ ഇമ്മാ തുൽഖിയ വ ഇമ്മാ അൻ നകൂന അവ്വല മൻ അൽഖാ. മൂസയോട് ചോദിക്കാണ്, മൂസ ആരാണ് തുടങ്ങേണ്ടത്, ആരാണ് ആരംഭിക്കേണ്ടത്? മൂസ പറഞ്ഞു, നിങ്ങൾ തുടങ്ങിക്കോളൂ. അങ്ങനെ ഖാല ബൽ അൽഖൂ ഫഇദാ ഹിയ ഖാല ബൽ അൽഖൂ. അവരുടെ കൈകളിലുള്ള കയറുകളും വടികളും താഴെ ഇടുകയാണ്. അങ്ങനെ അവരുടെ കയറുകളും അവരുടെ കൈകളുള്ള വടികളും അവിടെ കൂടിയ മുഴുവൻ മനുഷ്യന്മാരും പ്രവാചകനായ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കണ്ണുകൾക്കും ആ മജീഷ്യന്മാരുടെ സിഹർ ഫലിച്ചുപോയി. സിഹർ അമ്പിയാക്കന്മാർക്ക് ഫലിച്ചിട്ടുണ്ട്,
സിഹ്ർ സ്വാലിഹ്യങ്ങളിൽ ഫലിക്കുമെന്ന് പ്രമാണമാണ്. ഒരിക്കലും അത് അന്ധവിശ്വാസമല്ല. പക്ഷേ ആ സിഹ്ർ സബഉൽ മുബിഖാത്തിൽ പെടുത്താനുള്ള കാരണം അതിന് തഅസീറുണ്ട് എന്നതും അതുകൊണ്ട് അസറുണ്ട് എന്നതും അഹ്ലുസുന്നയുടെ ഇജ്മാഅാണ്. അതുകൊണ്ട് തന്നെ ആ കണ്ണിന് ബാധിച്ച ആ സിഹ്ർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിൽ ഒരൽപ്പം ഭയമുണ്ടാക്കി. ആ സമയത്ത് ഫഔജസ ഫീ നഫ്സിഹി ഖീഫതൻ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഹൃദയത്തിൽ ഭയപ്പാടുണ്ടായി. അദ്ദേഹം ആ ഭയപ്പാടുണ്ടായി കാലുകൾ പിന്നിലേക്ക് വെച്ചു. ആ സമയത്ത് അല്ലാഹ് വിളിച്ചു, ഖുൽനാ യാ മൂസ, മൂസ നീ പേടിക്കണ്ട, അല്ലാഹ് വിളിച്ചു, നാം വിളിച്ചു. ഖുൽനാ ലാ തഖഫ്, നീ ഭയപ്പെടണ്ട, ഇന്നക അൻതൽ അഅ്ലാ, നീ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് മൂസ. അതുകൊണ്ട് വൽഖി മാ ഫീ യമീനിക തൽഖഫ് മാ സനഉ, നിന്റെ വലത്തെ കയ്യിലുള്ള ആ മുഅ്ജിസത്താകുന്ന വടി നീ താഴെ ഇട്ടുകൊള്ളുക. ആ വടിയോടുകൂടി എന്തുണ്ടായി? അവിടെ ഉണ്ടായ മുഴുവൻ സർപ്പങ്ങളെയും ആ വ്യാജമായ പാമ്പുകളെയും അല്ലാഹു തആല ഈ ഇടപെട്ടുകൊണ്ട് ഒറിജിനൽ സർപ്പമാക്കിയ ആ വടി ഒറിജിനൽ സർപ്പമായി മാറി. അവിടെയുള്ള മുഴുവൻ കയറുകളാകുന്ന വടികളാകുന്ന വ്യാജ സർപ്പങ്ങളെയും അത് വിഴുങ്ങിക്കളഞ്ഞു. ആയിരങ്ങൾ ഇത് കാണുകയാണ്. ഫിറഔന്റെ അനുയായികളും മൂസ അലൈഹി ഇസ്ലാമിന്റെ അനുയായികളും അവിടെ പ്രകടിപ്പിച്ച സാഹിറന്മാരായ ബനീ ഇസ്രായേൽക്കാരും ഇത് കാണുകയാണ്. അങ്ങനെ വൽഖി മാ ഫീ യമീനിക തൽഖഫ് മാ സനഉ ഇന്നമാ സനഉ കൈദു സാഹിർ. അല്ലാഹു തആല പറയാണെന്ത്? ഇന്നമാ സനഉ കൈദു സാഹിർ, തീർച്ചയായും സാഹിറിന്റെ തന്ത്രം ഒരിക്കലും എന്താവൂല, അള്ളാന്റെ അനുമതിയില്ലാതെ എഫക്റ്റ് ആവൂല. അള്ളാഹു അനുവദിക്കണം. അള്ളാന്റെ ഇതിനില്ലാതെ ഒരാൾ എവിടെയെങ്കിലും ഒരു തേങ്ങമ്മൽ എന്തെങ്കിലും എഴുതി കൂട്ടിയെന്നുള്ളതുകൊണ്ടോ, 4 തകിട അവിടെ കുഴിച്ചിട്ടു എന്നുള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ ചെറുനാരങ്ങ ഈർക്കിളി കുത്തിയാണ് കടന്നുമ്പിൽ കൊണ്ടുവന്നിട്ടു എന്നുള്ളതുകൊണ്ടോ നമ്മളെ കാലിനെ മുട്ടി വറക്കേണ്ട ആവശ്യമില്ല. നമ്മളത് തേടി ഉസ്താദന്മാർത്തും പണിക്കന്മാർത്തും ജ്യോത്സ്യന്മാർത്തും കണക്കൊക്കെ പോയിട്ട് ഇതിനെന്താ പദവി, ഇതെങ്ങനെ ബാത്തിലാക്കേണ്ടത്, ഒരാവശ്യമില്ല. ഏറ്റവും വലിയ സിഹറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത സിഹർ പോലും സൂറത്തുൻ നാസും സൂറത്തുൽ ഫലഖും എന്ന 2 ആയത്ത് സൂറത്തുകൾ കൊണ്ട് ബാത്തിലാക്കി കളഞ്ഞിട്ടുണ്ട് എന്ന് ഹദീസിൽ വ്യക്തമാണ്. അപ്പൊ തവക്കുലും പ്രാർത്ഥനയും കൃത്യമായ വിശ്വാസവും ഉണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ അത് സ്വാധീനിച്ചാലും പഞ്ചേന്ദ്രിയങ്ങളിൽ അതിന്റെ ചെറിയ എഫക്റ്റുകൾ ഉണ്ടായാലും നമ്മുടെ ഈമാനിനെ തകർക്കാനോ നമ്മുടെ അള്ളാഹുവിന്റെ ദീനിനെ അവനെ വഴിതെറ്റിക്കാനോ കുഫറിലേക്കോ ശിർക്കിലേക്കോ ഒരാളെ കണ്ണേറ് കൊണ്ടോ സിഹർ കൊണ്ടോ പൈശാചിക ബുദ്ധിമുട്ട് കൊണ്ടോ ഒരു വിശ്വാസിയും പോകൂല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഓന് പക്ക ഖുറാഫിയാണ്, അവൻ അന്ധവിശ്വാസിയാണ്, അവൻ തൗഹീദ് ഗർവിച്ച ദുർബലവാദിയാണ്. അതാണ് നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതാണ് ഇവിടെ കാണിച്ചിരുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തവക്കുൽ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈമാൻ അവിടെ അല്ലാഹു തആല പ്രകടിപ്പിക്കുകയാണ് അത്ഭുതകരമായി. ആ സർപ്പങ്ങൾ മുഴുവനും സാഹിർ ഒരിക്കലും വിജയം പ്രാപിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കണ്ടപ്പോൾ മൂസ അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന് ബോധ്യമായി, ഇത് കേവലം സിഹറല്ല, ഇത് ചെപ്പടി വിദ്യയല്ല, ഇത് പിശാചിന്റെ സ്വാധീനത്തിലൂടെ അല്ലെങ്കിൽ പിശാച് അല്ലാഹു തആല അനുവദിച്ച ഒരു സ്വാധീനത്തിന്റെ ഭാഗമായി നൽകുന്ന എന്തെങ്കിലുമൊക്കെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമല്ല, മറിച്ച് ഇത് ഒറിജിനൽ അല്ലാഹുവിന്റെ ഇടപെടലാണ്. ഇയാൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്. ഉടനെ എന്ത് ചെയ്തു? അവിടെ വെച്ചുകൊണ്ട് നമുക്കറിയാം, അവിടെ വെച്ചുകൊണ്ട് സാഹിറന്മാർ അല്ലാഹുക്ക് സുജൂദ് ചെയ്തു. മൂസ അലൈഹി ഇസ്ലാമിനും ഹാറൂൻ നബിയിലും ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെട്ട, ചെങ്കടൽപ്പുറത്ത് രക്ഷപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ജനത പിന്നീട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ 40 ദിവസം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി അവിടെ നിന്ന് പോയപ്പോഴേക്കും അതേ തൗഹീദുള്ളവർ സ്വന്തം ശരീരത്തെ കീറിമുറിക്കുന്നത്, മറ്റുള്ളവരുടെ ശരീരം കീറിമുറിക്കുന്നത്, ഫിറഔന്റെ ക്രൂരമായ ഇടപെടൽ കണ്ടിട്ട് ഉറച്ചു നിന്ന വിശ്വാസികൾ, ചെങ്കടൽ പിളർത്തി അല്ലാഹ് കാണിച്ചു കൊടുത്ത അത്ഭുതം കണ്ട വിശ്വാസികൾ, മന്നയും സെൽവയും ഇറക്കി കൊടുത്ത അല്ലാഹു വിഭിഷ്ടമായി അവർക്ക് കൊടുത്ത യഹൂദികൾ അഥവാ ഈ ബനൂ ഇസ്രായേൽക്കാര് 40 ദിവസം മൂസ അലൈഹി സ്വലാം മുട്ടുന്ന പോതിന് വീണ്ടും അവരതാ ഒരു പശുക്കുട്ടി ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മുഹറത്തിൽ ഏറ്റവും കൂടുതൽ നാം മനസ്സിലാക്കേണ്ടത് അന്ധവിശ്വാസത്തിലേക്ക് പോകലല്ല,
തവക്കുൽ നഷ്ടപ്പെടലല്ല, നഹ്സല്ല, മറിച്ച് അള്ളാഹുവിൽ വരമേൽപ്പിക്കലാണ്. ഇതാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൂടെ നമുക്ക് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീണ്ട 13 വർഷക്കാലത്തെ ത്യാഗോജ്ജലമായ ജീവിതത്തിലും 3 ഹിജ്റ ഉണ്ടായിട്ടുണ്ട്. 2 അബിസീനിയൻ ഹിജ്റയും 1 മദീന ഹിജ്റയും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഓർക്കുക എന്നതല്ലാതെ വേറെ ഒന്നും ഈ വരാൻ പോകുന്ന മുഹറം മാസത്തിൽ പ്രത്യേകമായി നമുക്കില്ല എന്ന് ഓരോ വിശ്വാസികളും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിപ്പവും അവന്റെ മഹത്വവും ആ അല്ലാഹു തആല ഇറക്കി തന്ന ആദർശത്തിന്റെ ആ ഒരു പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് അമ്പിയാക്കളും അവരെ വിശ്വസിച്ച സ്വാലിഹീങ്ങളും ത്യാഗം ചെയ്തതും സമ്പത്തും ശരീരവും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതുമായ ആ ഈമാൻ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സ്വന്തം ദേഹേച്ഛയോട് പോലും ഒരു സുന്നത്തിന് വേണ്ടി പോരാടാൻ കഴിയുന്ന ഒരു ചുരുങ്ങിയ ഈമാനെങ്കിലും അല്ലാഹു തആല നമുക്കൊക്കെ നൽകി നമ്മെ അല്ലാഹു നല്ല രീതിയിൽ നമ്മുടെ ആഖിബത്ത് നന്നാക്കി നമുക്ക് നൽകുമാറാകട്ടെ.